നമസ്കാരം, തനൂസ് പീസ് ടിപ്സിലേക്ക് സ്വാഗതം. LGS മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. LDC, LGS, VFA എക്സാം എഴുതുന്ന എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസിയായി നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ ബോറടിക്കാതെ പഠിച്ചു പോകാം. ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപസത്യാഗ്രഹം നടത്തിയത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപസത്യാഗ്രഹം നടത്തിയത് എവിടെയാണ്? ദണ്ഡി കടപ്പുറം. സ്വാതന്ത്ര്യ സമര കാലത്ത് ഗാന്ധിജി ഉപസത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ്? വാർധ, സേവാഗ്രാം, ദണ്ഡി, സബർമതി. ആൻസർ ദണ്ഡി കടപ്പുറം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം യുദ്ധങ്ങളാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാമായിരുന്നു? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതെല്ലാമാണ്? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? താഴെ പറയുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? പോലീസ്, ഭൂനികുതി, പൊതുജനാരോഗ്യം, സെൻസസ്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ആൻസർ സെൻസസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ. അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് യൂണിയൻ ലിസ്റ്റും ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട്, കൺകറന്റ് ലിസ്റ്റും ഉണ്ട്. ഈ 3 ലിസ്റ്റുകളുടെയും അതിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാം. PSC ചോദിച്ചിട്ടുള്ളതും കൂടി ഇമ്പോർട്ടൻ്റായി എഴുതി അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പഠിക്കാം. നോട്ട്സ് പ്രത്യേകം തയ്യാറാക്കി വെച്ച് പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഇവയ്ക്ക് മാത്രം വായിച്ച് പഠിച്ചിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ഇത് വെച്ചിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ് വന്നപ്പോൾ ആ 3 കാറ്റഗറി വരുന്നതിനകത്ത് സെൻസസ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് പ്രശ്നം ചോദിച്ചു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് വീണ്ടും ചോദിക്കാമല്ലോ എന്ന് ധരിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നീരജ് ചോപ്ര ഏത് കായികവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നീരജ് ചോപ്ര. ആൻസർ ഓപ്ഷൻ എ ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് ആരാണ്? കുറ്റം ചുമത്താതെയും വിചാരണ കൂടാതെയും ഏതൊരാളെയും ജയിലിൽ അടയ്ക്കാൻ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് എന്തായിരുന്നു? ആൻസർ റൗലറ്റ് ആക്ട് ആണ്. അതിന് പറഞ്ഞപ്പോൾ എന്താണ്? റൗലറ്റ് ആക്ട് എന്നാണ് പറയുക. റൗലറ്റ് ആക്ട് അല്ലേ? അത് ഉണ്ടാക്കിയ വർഷമൊക്കെ നിങ്ങൾക്കറിയാം. റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? 1919 റൗലറ്റ് ആക്ട് അല്ലേ? 1919 റൗലറ്റ് ആക്ട്. പൗരാവകാശ നിയന്ത്രണം കൊടുക്കുന്നതായിരുന്നു റൗലറ്റ് ആക്ട് എന്നും പറയുന്നത്. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്തായിരുന്നു? നേതാക്കന്മാരുടെ അനൈക്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, ചൗരി ചൗര സംഭവം, ഗാന്ധിജിയുടെ അനാരോഗ്യം. ഇതിൽ ഏതു കാരണം കൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കേണ്ടി വന്നത്? ആൻസർ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം കൊണ്ടാണ്. ചൗരി ചൗര സംഭവം വന്നതുകൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം അല്ലേ? ഇനി നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കി അത് വന്ന വർഷം ഏതാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം വന്നേക്കുന്നത് അല്ലേ? ചൗരി ചൗര സംഭവമോ 1920, ചൗരി ചൗര 2 അല്ലേ? 1922 വർഷം കൂടി ഓർത്ത് വെച്ചേക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922. അടുത്തത്, പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു, ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു, ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു അല്ലേ? പഴശ്ശിരാജയെ ബന്ധപ്പെടാത്ത സംഭവം ഇവിടെ ഏതാണ്? ഏതായിരുന്നു? ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെടാത്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലേ? അവർക്കെതിരെയാണല്ലോ യുദ്ധം ചെയ്ത്, പിന്നെ ഇങ്ങനെ അനുകൂലിക്കുക അല്ലേ? നമുക്ക് ഓർത്ത് വെച്ചാൽ മതി, കിട്ടും. അടുത്തത്, ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരെല്ലാമാണ് അല്ലേ? ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന പാട്ടിൽ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണിത്.
ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ ആരെല്ലാമാണ്? ഓപ്ഷൻ എ പോർട്ടുഗീസുകാർ, ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാർ, അല്ലേ? ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ പോർട്ടുഗീസുകാരാണ്. ഇന്ത്യയിൽ വന്ന ആദ്യത്തെ യൂറോപ്യന്മാർ പോർട്ടുഗീസുകാർ ആകുന്നു, അല്ലേ? 1598 പോർട്ടുഗീസുകാർ വരുന്നത്. 1598 പോർട്ടുഗീസുകാർ വരുന്നത്, അല്ലേ? അവസാനം തിരിച്ചു പോയതും ആര് തന്നെയാണ്? ഇവർ തന്നെയാണ്. 1961 തിരിച്ചു പോകുന്നത് ഇവർ തന്നെയാണ്. വന്നതും അവസാനം പോകുന്നതും ഇവർ തന്നെയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ഡാഷ്. വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു ആര്? വോളണ്ടിയർ ക്യാപ്റ്റൻ. ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ, AKG, അല്ലേ? നേതൃത്വം കൊടുത്തവരായിരുന്നു, പക്ഷേ അതിന് നേതൃത്വം കൊടുത്തത് K കേളപ്പൻ. നേതൃത്വം കൊടുത്തവരാണ് K കേളപ്പൻ. നേതൃത്വം കൊടുത്തത് K കേളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. 1930 നവംബർ 1 ആരംഭിക്കുക. എന്തെന്ന്? ഗുരുവായൂർ സത്യാഗ്രഹം 1930 നവംബർ 1 ആരംഭിച്ചു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളായിരിക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നായിരുന്നു, അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂരിൽ നിന്ന്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ സംഘടന എന്തായിരുന്നു? സാധുജന പരിപാലന സംഘം, അല്ലേ? യോഗമെന്ന് പറയാം. 1907 സാധുജന പരിപാലന സംഘം. അടുത്തത്, ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? 8ാം പട്ടികയിൽ. ആൻസർ ഓപ്ഷൻ ബി ഭാഷകളാണ്. 8ാം പട്ടികയിൽ ഭാഷകൾ, അല്ലേ? ഭരണഘടനയുടെ ഭാഗം എന്താണ്? ഭാഷയുടെ ഭരണഘടനാ ഭാഗം എന്ന് പറയുമ്പോഴത് 17ാം ഭാഗമാണ്, അല്ലേ? 22 ഭാഷകളാണ് അംഗീകരിക്കപ്പെട്ടുള്ളത്. അതിൽ ആർട്ടിക്കിൾ 343 മുതൽ 57 വരെ ഇതിനെപ്പറ്റിയാണ്. ആർട്ടിക്കിൾ 343 മുതൽ 357 വരെ ഭാഷകളെ പറ്റിയൊക്കെ പറയുന്ന സംഭവമാണ്. ഓക്കെ, 8ാം പട്ടിക ഭാഷ 22 ഭാഷകളൊക്കെ ഉണ്ട് എന്ന് ഓർത്തിരിച്ചേക്കുക. അടുത്തത്, ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം. ഏതാണ്? ആദ്യത്തെ മതസാമൂഹിക പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ എ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആര്യ സമാജമോ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അത്. അലിഗർ പ്രസ്ഥാനത്തിൻ്റെ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആരാണത്? മാഡം ബ്ലാവഡ്സ്കി. അതുപോലെ കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും. കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? പി പ്രസാദ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കർഷകർ നടത്തിയ സമരം ഏതാണ്? ആൻസർ പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വർഷം ഏതാണ്? 1946. പുന്നപ്ര വയലാർ സമരം വർഷം 1946, അല്ലേ? മലബാർ ലഹളയോ? 1921. ഓക്കെ, മൊറാഴ സമരം വർഷം എത്രയാണ്? 1940 മൊറാഴ സമരം. ഓക്കെ, യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? യുഗപുരുഷൻ ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു.
നെക്സ്റ്റ്, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17 ആണ് അത് വരുന്നത്. ആർട്ടിക്കിൾ 17 ആണ് തൊട്ടുകൂടായ്മയെക്കുറിച്ച് വരുന്നത്. ആർട്ടിക്കിൾ 17 ആണ് വരുന്നത്. അയിത്ത് നിർമ്മാർജ്ജനം അല്ലേ. ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റം സ്ഥാപിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നതാണെന്ത്? കുറ്റങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു അല്ലേ. കുറ്റങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. 21A നമുക്കറിയില്ല, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അവകാശം 86-ാം ഭേദഗതി പ്രകാരമുള്ള സംഭവമാണത്. 21A വിദ്യാഭ്യാസത്തിനെക്കുറിച്ചുള്ള അവകാശം, സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം, 86-ാം ഭേദഗതി 21A നമുക്കറിയാവുന്നതാണ്. 29 എന്താണ്? ന്യൂനപക്ഷം അല്ലേ. ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, ഭരണഘടനയിൽ ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണെന്ത്? ആർട്ടിക്കിൾ 29 പ്രകാരം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം. ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം. ഏത് ആർട്ടിക്കിളാണത്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. അത് പറഞ്ഞതാരാണ് അല്ലേ? BR അംബേദ്കർ. 32. ഈ സംസ്കാരം വിദ്യാഭ്യാസപരമായ അവകാശം ഏതാണെന്ന് പറയുമ്പോൾ 29-30 ആണ്. ഇതിപ്പോൾ കറണ്ടിൽ ചോദിക്കുന്നു, ഒരുപാട് ചോദിക്കുന്നുണ്ട്, നോക്കി വെച്ചേക്കാം. സംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് പറയുന്നത് 29-30 ആണ്. ഭരണഘടനാ പ്രതിനിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത് 32 ആണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കൃഷി, വ്യവസായം, മത്സ്യബന്ധനം, ഖനനം. ഇതിൽ പ്രാഥമികത്തിൽ ഉൾപ്പെടാത്തത് ആരാണ്? പ്രാഥമികം ഫസ്റ്റ് വരുന്നത് അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വ്യവസായം അല്ലേ. വ്യവസായമാണ്. കൃഷി, മത്സ്യബന്ധനം, ഖനനമൊക്കെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. കുഴിച്ചെടുക്കുന്നതൊക്കെ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് ഏത്? 20 ദിന പരിപാടികൾ. 20 ദിന പരിപാടികൾ. 20 ദിന പരിപാടികൾ. 20 ദിന പരിപാടികൾ. 2022 മാനവവികസന സൂചിക പ്രകാരം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി, 132. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ്? ചെറുകിട വ്യവസായം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 ശരിയാണ് അല്ലേ. ഇവിടെ ചെറുകിട വ്യവസായം എന്ന് പറയുമ്പോൾ കുറഞ്ഞ മൂലധനം, പരിസ്ഥിതി സൗഹാർദ്ദമുണ്ട്, ഇറക്കുമതി വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർവേ കമ്മിറ്റി. ഇത്രയും പോയിൻറ്റ്സുകൾ നോക്കി വെക്കാം. താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏതാണ്? 48 നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? ആൻസർ കോഴിക്കോട്. വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്, തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? ഉടുമ്പൻ ചോല താലൂക്ക്. ഉടുമ്പൻ ചോല. ഉടുമ്പൻ ചോല. ഇടുക്കിയാണ് സ്ഥലം. ഇടുക്കിയാണ് അതിൻ്റെ സ്ഥലം. ഇടുക്കി എന്ന് ഓർത്ത് വെച്ചേക്കാം. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നിൽ ഭാരതപ്പുഴ അല്ലേ. ചാലിയാണ്ടതോ എന്താണ്? ഇളമ്പലേരിക്കുന്ന്. ഇളമ്പലേരിക്കുന്ന് അറിയാവുന്നതായിരിക്കും അല്ലേ. ഇളമ്പലേരി കുന്നുകൾ. ചാലിയാണ്ടത്, ഇളമ്പലേരിക്കുന്ന്. പശ്ചിമഘട്ടത്തിൻ്റെ ആനമല ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണ്. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉരുൾപൊട്ടൽ.
പത്മശ്രീ ലഭിച്ച ആദ്യത്തെ കായിക താരം ഏതാണ്? MD വത്സമ്മ. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? കോതമംഗലം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സാഗരം സുന്ദരതീരം. ആൻസർ: തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ: എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല? എറണാകുളം. മുനിസിപ്പാലിറ്റി കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഇടിമിന്നൽ. ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏതു വകുപ്പിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ ബി, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആക്കുളം കായൽ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ദാമൻ. ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതാണ്? നർമ്മദയിൽ പ്രസ്താവന ശരിയതാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. 2 പ്രസ്താവനയുണ്ട്. ഒന്ന്, അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി പടിഞ്ഞാറേക്കൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്താണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, ആരും ചെയ്യില്ല. മടി, വായിച്ച് മനസ്സിലാക്കാനുള്ള മടി ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് കിട്ടത്തുമില്ല. ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്. നർമ്മദ 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? മഴ ലഭിക്കുന്ന കാലം ഏത് കാലമാണ്? മഴ ലഭിക്കുന്ന കാലം? ആൻസർ ഓപ്ഷൻ ഡി, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്ക് പടിഞ്ഞാറൻ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2014 ജൂൺ മാസം 2-ാം തീയതി മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ആകാശത്തിൻ്റെ നിലനിർത്തലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വിസരണം. ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100? ഫെർമിയം. ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈനാണ്? ഓപ്ഷൻ ഡി, USA. ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? സൈബർ പോസ്റ്റ് ഓഫീസ്, ചെന്നൈ. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ബാങ്കിംഗ് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര സ്ഥാപനമാണ് സിഡ്ബി എന്ന് പറയുന്നത്. LIC, ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽപ്പെടുന്നു. ഇതിൻ്റെ ആൻസർ ഏതാണ്? 1ഉം 3ഉമാണെന്ത്? ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ. 1ഉം 3ഉമാണ് ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ചിലി. അടുത്തത് താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം.
ആൻസർ ഓപ്ഷൻ ബി ഷിൻഡോ മതം. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം. കർണാടകത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം നീലാംബരിയാണ്. നീലാംബരി. എൻ്റെ പ്രണയവിസ്മയം എന്ന പുസ്തകം രചിച്ചതാരാണ്? പ്രണയവിസ്മയം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം സ്കർവി. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് ശരിയായത് എന്തൊക്കെയാണ്? ആൻസർ രണ്ടാമത്തതും മൂന്നാമത്തതും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യരുടെ ഏത് അവയവത്തെയാണ് ബാധിക്കുക? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്നു? തലച്ചോറിനെയാണ് ബാധിക്കുക. മെനിഞ്ചൈറ്റിസ് അല്ലേ? മെനിഞ്ചസ്. തലച്ചോറിൻ്റെ കവാലം എന്ന അതുണ്ട്. അതിനുശേഷം മെനിഞ്ചസ് എന്ന സ്തരപാളിയുണ്ട്. മെനിഞ്ചസ് എന്ന് പറയുന്ന സ്തരപാളി, മെനിഞ്ചസ് സ്തരപാളികളുണ്ട്. അതിനിടയ്ക്കുള്ള ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രാവകം. സെറിബ്രോസ്പൈനൽ ദ്രാവകം. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസാണ് മെനിഞ്ചൈറ്റിസ് രോഗം. അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് രോഗം. ഐക്യരാഷ്ട്രസഭയുടെ 27